ഹായ്, ഇതാ ഞങ്ങളിപ്പോൾ തേക്കടിയിൽ എന്താണ് ജംഗിളി, അതായത് കാടിൻ്റെ നടുവിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ ഞങ്ങൾക്കതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാടിൻ്റെ ഉള്ളിൽ ഒരു കോട്ടേജിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം, പിന്നെ ഞങ്ങളുടെ സഹായത്തിന് ഇതാ നമ്മുടെ സാഹു ചേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നടക്കണമെന്നാണ് സാഹു ചേട്ടൻ പറഞ്ഞത്. അവിടെ ചെന്നാലാണ് അത് ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നാളെ ഉച്ചവരെ ഞങ്ങൾ അവിടെ ആയിരിക്കും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതാ സ്റ്റേ ട്യൂൺ. യെസ്, അപ്പോൾ ഞങ്ങളിതിനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, ഞങ്ങൾ കഴിയുന്ന വിധമുള്ള കാഴ്ചകളൊക്കെ കാണാം. സാഹു ചേട്ടൻ ഇപ്പൊ തന്നെ ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയും ഇതൊക്കെ ഇറങ്ങിയ സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ധൈര്യം സംഭവിച്ച് ഞങ്ങൾ പോവുകയാണ്. ഓക്കെ, തുടക്കത്തിൽ തന്നെ നല്ല ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ. സാഹു ചേട്ടൻ മുന്നിൽ നടക്കുന്നുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. സാഹു ചേട്ടൻ ഇവിടെ എന്തൊരു ബോർഡ് എന്താണ്? ബയോ ഇത് നമ്മുടെ പ്രോഗ്രാമാണ്. എന്താ ഇങ്ങനെ വെറൈറ്റി വിസിബിലിറ്റി ഓഫ് സ്പേസ് ഏരിയ, ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്നല്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നല്ലേ? ഇത് രാജവെമ്പാലാണോ? ഇതെല്ലാം ഈ സംഗതിയെല്ലാം ഉണ്ട്. അങ്ങനെയല്ല, സ്നേക്സ്, ക്രൊക്കോഡൈൽ, സ്നേക്ക്, ഫ്രോഗ്. എങ്ങനെ ഇവിടെ നമ്മൾ കൃഷ്ണത്തിൻ്റെ കയറ്റി വിടുക. ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോകും. ഈ 14 കയറ്റത്തോടെ അവർ ഇത് നോക്കി അങ്ങ് പോവുക. അവിടെ നിന്ന് അത് തിരിച്ചു തേക്കോ അല്ല, ഇത് വെച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത്. കൃഷ്ണൻ തന്നെ വിടുക, കുറച്ച് ആൾ വേണ്ട. ഇത് അടയാളം ഇത് അടയാളം. ഇത് ഇത്രയും സംഭവങ്ങൾ അതിനകത്തുണ്ടെന്നുള്ളതാണ്. ഇതെല്ലാം പോകുന്ന വഴിക്ക് കാണിക്കും. ചെക്ക് വഴി രണ്ടുപേരെങ്കിൽ രണ്ടുപേരും, ഒരാളെങ്കിലും അവർ ടിക്കറ്റ് എടുക്കുക, ഒറ്റയ്ക്ക് വിടും. ശരി. പല മരത്തുമ്പിൽ നോക്കി നോക്കി കാണും. അതിൽ റൂം അവൈലബിൾ അല്ലാന്നാ കണ്ടത്. എന്താ ഇതുപോലെ തന്നെ ഒരു പരിപാടി ഉണ്ട് അവിടെ, വാച്ച് ടവർ. വാച്ച് ടവർ ഉണ്ട്. അത് ആ ബോട്ട് പോയി ഇറങ്ങണം. അത് നമ്മൾ ഇന്നാൾ പോയിട്ട് ബോട്ടിൽ പോയില്ലേ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു വാച്ച് ടവർ ഉണ്ട്. അതിലും ഇതേപോലെ നിൽക്കാനുള്ള സൗകര്യം ഉണ്ട് ഒരു ദിവസം. എടുക്കുന്നുണ്ട്, നിങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സെൽഫി വേണ്ട, സെൽഫി. അതെ, ഭക്ഷണമൊക്കെ തന്നെ. നമ്മളൊരു വേറൊരു ബ്ലോഗർ ഉണ്ടായിരുന്നു. അയാൾ ഇവിടെ വന്ന സമയത്ത് പെരുമ്പാമ്പുണ്ടായിരുന്നു വഴിയിൽ. ആ വ്ളോഗിലൊക്കെ കണ്ടിരുന്നത്. ഒരു ഭാഗ്യമാണ്, അനിമൽസ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെ. ഞങ്ങളെന്ന് വന്നപ്പോഴേ മ്ലാവ്, കാട്ടുപോത്ത്, പിന്നെ ആനക്കൂട്ടം, ഇതൊക്കെ ഞങ്ങൾ നൈറ്റ് വാക്ക് കണ്ടു. രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങിന്. പക്ഷെ അതന്നെ വളരെ അപൂർവമാണ്. പക്ഷെ അത് നടക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഇതൊന്നും പോരാ, ആരോഗ്യമൊന്നും പോരാ, നമ്മളെ കൊണ്ട് കഴിയില്ല. കാട്ടുകൂടെ പോകുമ്പോൾ ഏതെങ്കിലും മൃഗം വന്നാൽ നമുക്ക് സ്വയരക്ഷയ്ക്ക് എന്തെങ്കിലും സാധനം വേണ്ടേ? അന്ന് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കേ തോക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരാൾ തന്നെയല്ല പോകുന്നത്, ലേഡീസും കൂടുതലുണ്ട്. നമുക്ക് ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമുക്ക് വിടാൻ പറ്റും. കാരണം ആ മറ്റേ ട്രക്കിംഗ് എന്ന് പറയുമ്പം രാത്രി പോകുന്നതാണ്, ഗൺമാൻ വേണം, നിർത്തി ആൾ വേണം, എല്ലാം ചെയ്യണം. ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു പരിധിക്കപ്പുറത്ത് ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ വന്യത പ്രതീക്ഷിച്ചാണെങ്കിൽ കാടൊക്കെ നല്ല കാടാണ്. അതെ, ഞങ്ങളിപ്പോൾ ഇവിടെ അന്ന് നൈറ്റ് വാക്ക് പോയതല്ലേ, അതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് വേണം. ചേട്ടൻ ഇതിനെ വരുമ്പോൾ കാട്ടാനകളെ കണ്ടിട്ടില്ല?
മിക്ക ദിവസവും കണ്ടോ ഉണ്ടോ? മഴ ആയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഫീൽഡ് അല്ല, അത് കാണുമ്പോൾ അതവിടെ നിന്നോളൂ, നമ്മൾ അതിൽ കൂടെ പോയാൽ മതിയോ? അത് നമ്മൾ വഴി മാറി അല്ലാതെ അതിന് കൂടെ പോകും. നമ്മളിപ്പോൾ കാടിനുള്ളിലൂടെ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞു. അത്യാവശ്യം നല്ല കാടിൻ്റെ ഒരു ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരിങ്കറ എവിടെ കരിങ്കുരുങ്ങ് മരത്തിലിരിക്കണ്ടോ? മുകളിലാണ് കാണില്ല. ഉണ്ടോ? കാണുന്നില്ല. ആ അവിടെയൊക്കെ ഉണ്ട് കുരങ്ങുകൾ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഏകദേശം 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് വനത്തിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ആ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. വലിയ വലിയ കരിങ്കുരങ്ങ്. കരിങ്കുരങ്ങുകൾ തമ്മിൽ ആക്രമണമാണ്. എന്തായാലും നല്ലൊരു വനമാണ്. ബാക്കി എന്തൊക്കെ കാണുമെന്നുള്ളത് വഴിയെ നമുക്ക് കണ്ടേ അറിയുള്ളൂ. കമോൺ സായി ചേട്ടാ, കമോൺ. കരിങ്കുരങ്ങാണുള്ളത്. തേക്കടിയുടെ ഉൾക്കാടുകളിലേക്കാണ്. മഴയും തുടങ്ങി. അമ്മേ കുഴങ്ങി. ഇങ്ങനെയാണെങ്കിൽ 6 കിലോമീറ്റർ നടക്കാനാ. ഞാൻ വലിയൊരു ആശയം. അതൊക്കെ ഓരോ ബ്ലോഗർമാർ പറഞ്ഞാൽ ഞാനും ഇതിന് വിളിക്കാൻ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പുറത്തേക്കല്ലേ നമ്മൾ പോയിട്ടുള്ളൂ. അത് മതി. ആ ഒരു കോൺഫിഡൻസ് മതി ഞങ്ങൾക്ക്. മൃഗങ്ങളുടെയൊക്കെ പഗ്മാർക്കുകളുണ്ട്. കാട്ടുപോത്ത് നടന്നതിൻ്റെയാണെന്ന് തോന്നുന്നത്. എന്താ അവിടെ ഒരു കനാല്, വെള്ളം. അയ്യോ, ട്രെഞ്ചിലെ ആന ഇങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കാതിരിക്കണം. ഇങ്ങോട്ട് കിടക്കരുത്. അങ്ങോട്ട് പോയി അവിടെ ഓഫീസുണ്ട്. ട്രെഞ്ച് കുഴികളാണ്. ആന ഇങ്ങോട്ട് കിടക്കാതിരിക്കാൻ. അപ്പോൾ അതിനർത്ഥം ആന ഇവിടെയൊക്കെ ഉണ്ട്. അതിന് ആന കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെഞ്ച് കുഴിയാണത്. ഓഫീസ് അവിടെ ഉണ്ട്. ദുർഘടമായ വഴികളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. പണ്ട് മഴ, നല്ലൊരു മഴ വരുന്നുണ്ട്. മഴ വരുന്നതിന് നമുക്ക് അവിടെ കേട്ടോ. അതിപ്പോൾ പറയാൻ പറ്റില്ല. മഴയോട് ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ലല്ലോ. അങ്ങനെ മഴ കൊള്ളില്ല. എന്ത് എന്ത് ഒരു 8 ഫോൺ ചെയ്തു കണ്ടില്ല കാറ്. പ്രാവുകളുടെ കൂട്ടമാണ് ഇവിടെ കാണുന്നത്. ഒരു 10-15 ഉണ്ട്. 15 അത് കൂടുതലുണ്ട്. നമ്മുടെ യാത്രയിലെ ആദ്യത്തെ നമ്മുടെ കാഴ്ചയാണ്. ശുഭകരമായ മ്ലാവുകൾ മുകളിലേക്ക് പോവുകയാണ്. ഓടി, നമ്മളുടെ ശബ്ദം കേട്ടപ്പോൾ ഓടി. ഓട്ടം കിട്ടിയില്ലേ? കിട്ടുന്നുണ്ടോ? അതിനിടെ കൂടെ കിട്ടി. യെസ്. ദുർഘടമായ വഴികൾ. ഓക്കെ. നല്ലൊരു മരം പോലെ ഇതൊക്കെ ഇങ്ങനെ കിടന്ന് അങ്ങനെ ദ്രവിച്ചു പോണല്ലേ, അല്ലാതെ ഒന്നും ചെയ്യില്ലല്ലോ. ഇത് ഈ ഇവർക്ക് എടുക്കാൻ പറ്റുമോ? അത് ഇവിടുത്തെ ട്രൈബൽസിന് ആർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇല്ല, ഇത് ഇങ്ങനെ കിടന്ന് ദ്രവിച്ചു പോവാ. വേലമ്പള്ളി നിലമ്പൂര് നടക്കുന്നുണ്ട് നമ്മളെ ഫോറസ്റ്റിൽ. ഓ, ഇഷ്ടംപോലെ സ്ഥലമല്ലേ. ആ, ഒരുപാട് എല്ലാം കൂടെ കൊടുത്തു. നമ്മൾ പഴയ എന്താ
നമ്മളെ ഫോറസ്റ്റ് വാച്ചേഴ്സ് താമസിച്ചിരുന്ന സ്ഥലം ഇവിടെയൊക്കെ ചന്ദനക്കാടുകളായിരുന്നു. ആ സമയത്ത് അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് താമസിച്ചിരുന്ന സ്ഥലം. വേറെ പണിയൊന്നുമില്ല അതോടെ അല്ലേ? അതിന് കഴിയുമ്പോഴേ പിന്നീട് നമുക്ക് ഇനിയിപ്പോൾ നാളെ ഇതിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുകയില്ല. ഇതെല്ലാം ഇതിൽ കയറിയിട്ട് കിട്ടിയിട്ടില്ല. നടക്കുന്ന അതെ, ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. മൃഗങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാല് ഒരു പകുതിയെങ്കിലും താഴത്ത് പോകും. അങ്ങനെ ഏകദേശം ഒരു 3 കിലോമീറ്റർ നടത്തതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ കാട്ടിനുള്ളിൽ ഞങ്ങൾക്കുള്ള ഫോറസ്റ്റിൻ്റെ ജംഗിളിൻ ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. ഈ ക്യാമ്പിലാണ് ഞങ്ങൾ ഇന്ന് രാത്രി തങ്ങുന്നത്. ചുറ്റും നല്ല കാടൊക്കെ ഉണ്ട്. ഇവിടെ തൽക്കാലം മൃഗങ്ങളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കാനുള്ള വേലികളൊക്കെ ഉണ്ട്. ചേട്ടാ, ഇതെന്താ ആന കിടക്കാതിരിക്കാനാണോ? ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആളുണ്ടാവും, പക്ഷെ ഇപ്പോൾ വെള്ളം നിറഞ്ഞിക്കല്ലേ. ഇവിടെ ഇലക്ട്രിസിറ്റി സോളാറാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ, അപ്പോൾ അങ്ങനെ ഇന്ന് രാത്രി ഞങ്ങൾ കഴിച്ചു കൂട്ടാൻ പോകുന്ന ഇവിടെ ഞങ്ങളുടെ ഇന്നത്തെ വാസസ്ഥലമാണ്. ഇവിടെ സോളാർ പാനലുണ്ട്. സോളാറിൽ നിന്നാണ് ഇവിടേക്ക് നമുക്ക് വേണ്ട വൈദ്യുതി ലഭിക്കുന്നത്. നല്ല അന്തരീക്ഷമാണ്, ചുറ്റും കാടാണ്. ഇവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ രാത്രികാലങ്ങളിൽ മൃഗങ്ങൾ വരുന്ന സ്ഥലമാണെന്നാണ് സാവിച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ഞങ്ങളുടെ ഇല്ലിപ്പടി തുറക്കുകയാണ്. ആ കാട്ടാനയിൽ നിന്നും ഞങ്ങൾക്കുള്ള രക്ഷാകവചമാണിത്. ഞങ്ങളുടെ ഇന്നത്തെ ജംഗിളിൻ വാസസ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഏറുമാടം പോലെയുള്ള ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വാസസ്ഥലം. നമ്മുടെ സായിച്ചേട്ടൻ ഡോറ് തുറക്കുകയാണ്. ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. അത് അവർ ഫോറസ്റ്റുകാർ തന്നെ ചെയ്തു തരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ വേറൊരു ഏറുമാടം പോലെ ഒരു ഏറുമാടമുണ്ട്. പിന്നെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് വന്ന് നിൽക്കുന്ന ആളുകൾക്ക്. ഇവിടെ എന്താ വെച്ചാൽ 2 പേർക്കാണ് ഒരു ദിവസം അലൗഡ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 പേരും അതുപോലെ ഞങ്ങളുടെ സഹായിയായ സായിച്ചേട്ടനും അല്ലാതെ ഇവിടെ വേറൊരു മനുഷ്യജീവി ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് നോക്കാം രാത്രി കാലങ്ങളിൽ എന്തുണ്ടാവും. നിങ്ങളോ? അല്ല, ഞാൻ പറയുന്നില്ല, അവതാ ഐശ്വര്യമായിട്ട് കുടിയിരിപ്പ് നടത്തുകയാണ്. വലതുകാൽ വെച്ച് കയറി. ഇത് അടുത്ത് ദാസേട്ടൻ കയറുന്നതായിരിക്കും. വേണ്ട. ഇപ്പോൾ കണ്ട നമ്മുടെ വാസസ്ഥലത്തിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനുള്ള ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഒരു സംഗതിയുണ്ട്. അതിനപ്പുറം ഇതാ ഉള്ളിലേക്ക് കയറിയാൽ 2 ബെഡ്. ഇവിടെ രണ്ട് ബെഡ് ഉണ്ട്. ഇവിടെ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ചെറിയൊരു റൂം പോലെയാണ്. ഇവിടെ ബാത്റൂം സൗകര്യം ഇവിടെയുണ്ട്. ഓക്കെ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല താമസ സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ രാത്രികാലങ്ങളിൽ മൃഗങ്ങൾ ഇവിടെ വരും എന്നാണ് ഇവർ പറഞ്ഞത്. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഓക്കെ, ഇനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇതുകൊണ്ട് കൊട്ടിയ ആന ഓടുക കേട്ടാ. കൊടുങ്കാട്ടിലെ ഞങ്ങളുടെ സ്റ്റേ ഇവിടെ തുടരുകയാണ്. ചുറ്റും കൂരാക്കൂരിരുട്ട്. സിനിമയിൽ പറയുന്ന പോലെ എങ്ങും കൂരാക്കൂരിരുട്ട്. ഇവിടെ മ്ലാവുകളൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ചേട്ടാ ടോർച്ച് ചെയ്യട്ടെ, ടോർച്ച് ഇവിടെ. മ്ലാവുകളൊക്കെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. എന്താ നമ്മുടെ ചേട്ടൻ അത് കാണിച്ചിട്ട് ആ കണ്ണുകൾ കാണുന്നു. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് ഇങ്ങോട്ട് അടുത്തേക്ക് എത്തും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി സാധാരണഗതിയിൽ കാട്ടുപോത്തുകൾ അതുപോലെ ആനകൾ എന്നിവയെല്ലാം ഈ പറയുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് അടുത്തേക്ക് വരും. ഈ വേലിക്ക് തൊട്ടരിയിലേക്ക് വരുമെന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കാത്തിരിക്കാം. അതിന് മുന്നോടിയായിട്ട് ഇവിടെ സാംസൺ ചേട്ടൻ നമ്മുടെയൊക്കെ ഒരു
ക്യാമ്പ് ഫയർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അജേഷ് ഭായ് ഇവിടെ ഡാൻസ് ചെയ്യാനുള്ള മൂഡിൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ രാത്രിയൊക്കെ നല്ല തണുപ്പായിരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇനി ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഇതാ ചേട്ടാ ആ കൊട്ടാനുള്ള സാധനം ഇവിടെ. ആന വരുമ്പോൾ കൊട്ടാളാണോ? ഉറക്ക കൊട്ടേട്ടാ. ആ ആ ആ ആ ആ ആ ഇതും കൊണ്ട് കൊട്ടിയ ആന ഓടുക ചേട്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും തുടങ്ങാം. നമ്മുടെ ജംഗിളിനിലെ ഇപ്പോൾ ഒരു ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഇപ്പോൾ ഇങ്ങനെയാണ്. ചുറ്റും കാടിന് നടുവിലായതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഇരുട്ടാണ് ചുറ്റും. സോളാർ പവർ ഉപയോഗിച്ചുകൊണ്ടുള്ള വെളിച്ച സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ സഹായി സാംസൺ ചേട്ടനോട് ഭക്ഷണം കഴിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കഴിച്ചു. ഇതാണ് ഇവിടുത്തെ ചുറ്റുപാടുമുള്ളൊരു അന്തരീക്ഷം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അത് മ്ലാവിൻ്റെയൊക്കെ ശബ്ദങ്ങളാണ് തോന്നുന്നുണ്ട്. കാട് തന്നെയാണ് ചുറ്റും. അതിന് നടുവിൽ ഒരു ചെറിയൊരു കോട്ടേജ്. അതാണ് ഈ അവസ്ഥ. മ്ലാവുകളും കാട്ടുപോത്തുകളൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇടയ്ക്ക് 1-2 ആനകളെയും വന്നിരുന്നു. അപ്പോൾ എന്നാലും നല്ലൊരു ആംബിയൻസാണ്. അതായത് ഒരു കാടിനുള്ളിൽ നമ്മുടെ ഒരു ദിവസം കഴിച്ചു കൂട്ടുക എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം. ഇനിയാണ് ശബ്ദം ഉണ്ടാക്കരുത്. ഓരോ ഏരിയയാണ്, മൃഗങ്ങൾ കാണാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളൊരു കാരണത്തിലും സൈലൻ്റായിട്ട് സംസാരിക്കാതെ പോകുക. നമ്മുടെ ജംഗിൾ ഇന്നിലെ മോർണിംഗിലാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, കാടിന് നടുവിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ അത്. കാരണം രാത്രികാലങ്ങളിലെ മൃഗങ്ങളിങ്ങനെ ഈ ഭാഗത്ത് ഒന്ന് കാട്ടുപോത്ത്, മ്ലാവുകൾ, കുറച്ച് ആനകൾ. അതായത് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഭീകരത തോന്നുന്നൊരു അന്തരീക്ഷം. അപ്പോൾ എന്തായാലും രാവിലെ നമ്മുടെ സാംസൺ ചേട്ടൻ നമ്മളെ കൊണ്ടൊരു മോർണിംഗ് വാക്കിന് പോവുകയാണ്. പുള്ളി ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് വാക്കിൻ്റെ ഇടയിൽ പുള്ളി വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഒരു വടി തന്നിട്ടുണ്ട്. എന്തിനാണെന്ന് മനസ്സിലാവണില്ല. എന്തിനാണ് പറഞ്ഞത്? അത് അവിടേക്ക് നോക്കി നല്ലതാണ് ശരിക്ക്. നല്ല നിഗൂഢമായ വനം തന്നെയാണ്. അങ്ങോട്ടില്ല. ഇവിടെ നമുക്കൊരു സംരക്ഷണത്തിനാണ് ഇപ്പോൾ ഈ വേലിയൊക്കെ തീർത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യമാണ്, കാടിനെയും വന്യമൃഗങ്ങളെയും ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് വരാം. ഓക്കെ, ഇനിയാണ് ശബ്ദം ഉണ്ടാക്കരുത്. ഓരോ ഏരിയയാണ്, മൃഗങ്ങൾ കാണാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളൊരു കാരണത്തിലും സൈലൻ്റായിട്ട് സംസാരിക്കാതെ പോകുക. അത് ഇത്ര നേരം ഞങ്ങൾ അത്യാവശ്യം ഒച്ചയ്ക്കിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ സംസാരം പറയണത് ഇനി ശബ്ദം ഉണ്ടാക്കരുത്, വനത്തിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ മൃഗങ്ങളുണ്ടാവും എന്നാണ് പറയണത്. എന്തായാലും നോക്കാം. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. കാട്, കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്. കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്.
വരയൊരുക്കും. യുഗരഥമിതുവഴി കടന്നു പോകും. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. കണ്ണീരിലെന്റെ മൺതോണി വീണ്ടും ഒഴുകി വരും. അന്നെന്റെ നീലക്കിളി വരുമോ? കണ്ണീരിലെന്റെ മൺതോണി വീണ്ടും ഒഴുകി വരും. അന്നെന്റെ നീലക്കിളി വരുമോ? ജനനത്തിലൊരുമിക്കുമോ? കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. നീലപ്പൊന്മാനിരുന്ന കൂട്. നീലപ്പൊന്മാനിരുന്ന കൂട്. നീലപ്പൊന്മാനിരുന്ന കൂട്. KTDCക്ക് പോകുന്ന അവരുടെ ബോട്ടിങ്ങിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലെത്തി. ഇനി നമ്മൾ അതിൻ്റെ അപ്പുറ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് പോകുന്ന ആളുകളൊക്കെയാണ്. പെരിയാർ ടൈഗർ റിസർവ് EDC ഓഫീസ് കണ്ടോ. ഇവിടെ എത്തി നമ്മളെ. ഇനി ചേട്ടാ നിങ്ങൾ മാറേ നമ്മുടെ ജംഗിളിനിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ഇഡ്ഡലി, ചട്നി, സാമ്പാർ, നല്ല കട്ടൻ കാപ്പി, ചായ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞ് കട്ടൻ കാപ്പി അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു മോർണിംഗ്. നല്ല എന്താ പറയുക, എന്താണ് ഒരു ആംബിയൻസ്. നമ്മുടെ സാധു ചേട്ടൻ കേട്ടോ മൊബൈൽ എടുത്തുകൊണ്ടിരിക്കുന്നത്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ആംബിയൻസിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. വനം വകുപ്പിൻ്റെ ആതിഥേയത്വം കുഴപ്പമില്ല. ഇന്നലെ വൈകിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും നന്നായിരുന്നു. അതുപോലെ ഇന്നിപ്പോൾ ഇഡ്ഡലിയും ചട്നിയൊക്കെ നന്നായിട്ടുണ്ട്. സാധു ചേട്ടാ നന്നായിട്ടുണ്ട്. താങ്ക് യു. കാപ്പി എങ്ങനെ ഉണ്ടാവട്ടെ? ഗുഡ്. പിന്നെ സാഹചര്യത്തിൻ്റെ സർവീസ് നല്ല. അതെ, നമ്മുടെ വനം വകുപ്പിൻ്റെ നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചിട്ടാണ് നമ്മുടെ വന്ന്. നല്ല സർവീസ് ആട്ടോ. നമ്മളിന്ന് രാവിലെ ഏകദേശം എത്ര കിലോമീറ്റർ നടന്നു? നമ്മൾ രാവിലെ 5 കിലോമീറ്ററിലധികം ഞങ്ങൾ നടന്നു. എന്താ പറയുക, കാട്ടുപോത്തുകൾ അതുപോലെ ആനകൾ ഒക്കെ നമ്മൾക്ക് കാണാനുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് പുള്ളി നമ്മളെ കൊണ്ടുപോയത്. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടെ ചെക്കൗട്ട് ചെയ്യും. കാരണം ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് ഒരു 11 മണിയോടുകൂടി 10:30 നമ്മൾ ഇവിടെ ചെക്കൗട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ നമ്മുടെ വാഹനമൊക്കെ നിർത്തിയ അങ്ങോട്ട് അവിടേക്ക് ഇനി ഒരു 3 കിലോമീറ്റർ നടക്കാറുണ്ട്. നടന്ന് നമ്മളെത്തും. ഓക്കെ. അപ്പോൾ നമ്മുടെ ജംഗിളിൻ ക്യാമ്പിൻ്റെ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, ചെക്കൗട്ട് ചെയ്യാണ്.
സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ല, നല്ല ഒരു ആംബിയൻസ് ഉണ്ട്. പക്ഷെ തിരിച്ചു പോകുന്നല്ലേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ ഏകദേശം പാക്ക് ചെയ്ത് റെഡിയായി. ഇതാ നമ്മുടെ ചേട്ടൻ ഇതാ ഡോറൊക്കെ പൂട്ടി, നമ്മുടെ സാജു ചേട്ടൻ ഡോറൊക്കെ പൂട്ടി എല്ലാം സെറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ വ്യൂ ഇതാണ്. ഇതാ നമ്മുടെ കാടിനുള്ളിൽ ജംഗിൾ ഇൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, കാടിനുള്ളിൽ. അപ്പോൾ ഇനി ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹായം തരുന്നതാണ്. ആർക്കും ഒരു നല്ല, കാരണം എന്താ പറയുക, ഇവിടെ വന്നാലേ നല്ലൊരു ശാന്തമായ അന്തരീക്ഷം, ഒരു ബഹളവും കാര്യങ്ങളും ഇല്ല. എന്നാൽ ആവശ്യത്തിന് നമുക്ക് റേഞ്ചും ഉണ്ട്, നമുക്ക് പുറം ലോകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആവശ്യത്തിന് റേഞ്ച് ഉണ്ട്. എന്നാൽ വല്ലാതെ ഉള്ള ശല്യങ്ങളും മൊബൈലിൽ വരില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ നമ്മുടെ ക്യാമറാമാൻ ഒന്ന് കണ്ടോളൂ, എല്ലാം പുള്ളി റെഡിയായി നിൽക്കുകയാണ്. നമസ്കാരം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ അനുഭവം എന്ന് ജസ്റ്റ് നമ്മൾ പോവാണ്. ഇനി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി, പോവാൻ തോന്നുന്നില്ല, വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കും. പക്ഷെ പോയേ പറ്റുള്ളൂ. അതാണ് തീർച്ചയായിട്ടും അടുത്ത വരവ് ഒന്നുകൂടി വരും. കാടിൻ്റെ നടുവിൽ നമ്മൾ ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമ്മുടെ സാരഥി സാജു ചേട്ടൻ, ഇതാ സാജു ചേട്ടാ, എല്ലാം ഇത് ഇനി അതുവരെ കൊണ്ടുപോകണം അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി 3 കിലോമീറ്റർ നമ്മൾ നടക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ കാട്ടുപോത്തിനോടും ആനയോടൊക്കെ നമ്മൾ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇന്നലെ സത്യം പറഞ്ഞാൽ നില നിറച്ചു. ഇത് കാട്ടുപോത്ത് ചാടിക്കിടക്കുമെന്ന് വരെ ഞങ്ങൾ പേടിച്ചു, പക്ഷെ അതുണ്ടായില്ല. എന്തായാലും നടക്കട്ടെ. അപ്പോൾ ഓക്കേ. അപ്പോൾ സാജു ചേട്ടൻ ഗേറ്റ് ക്ലോസ് ചെയ്യാണ്. ഇത് കള്ളന്മാർ വരുമെന്ന് വിചാരിച്ചിട്ടല്ല, മൃഗങ്ങൾ കയറുമെന്ന് വിചാരിച്ചിട്ടാണ്. സാജു ചേട്ടാ പൂട്ടിയില്ലേ? ഇതാണ് ഇതിൻ്റെ ആഴം അല്ലേ? നോക്കി. അതുമല്ല, അതിൻ്റെ അടിക്ക് കൊണ്ടു. ಸಂದಣ ಮೇರ ವಗುವಾಗ ಪುತುರುಕ ಪೂಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ಕಳಕಾತ ಸಂದಣ ಮೇರ ವಗುವಾಗ ಪುತುರುಕ ಪೂಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ ಲಾಲಾಲೆ ಲಾಲೆ 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 ಸಂದಣ ಮೇರ ಬಗುವಾಗ ಪುತುರುಗೋ ಪೂಪರಿಕ ಪೋಗಿಲ ಮೋವಿ ಮೇನಾತೆ ಪಕ್ಕಿಲಮ್ಮ അങ്ങനെ 3.5 കിലോമീറ്ററോളം വനത്തിലൂടെ നടന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഓഫീസിന് തൊട്ട് അപ്പുറത്ത് ഓഫീസിലാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്തായാലും ഒരു ദിവസത്തെ വനവാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് തേക്കടി ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിലെ ഓഫീസുകളാണ്. ഇവിടെ ഒരു ഓഫീസിന് മുന്നിലാണ് നമ്മൾ കാറ് നിർത്തിയിട്ടുള്ളത്. നന്നായി കിഴക്കുന്നുണ്ട്, കാരണം അത്യാവശ്യം നല്ല കുന്നൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നല്ല കിഴപ്പുണ്ട്. ഇതാ തേക്കടിയുടെ എൻട്രൻസ് ഗേറ്റിൻ്റെ സമീപത്തുള്ള അയ്യപ്പ ക്ഷേത്രമാണ് ഈ കാണുന്നത്. അന്നൊരിക്കലും ഞങ്ങൾ KTDC വന്നപ്പോൾ അവിടെ പ്രോഗ്രാം നടക്കായിരുന്നു. അതാ ഞങ്ങളുടെ കാറിൻ്റെ മുകളിൽ കുരങ്ങനുണ്ടായിരുന്നു, എന്നാലും സെക്യൂരിറ്റി ആയിട്ട് ഇരുന്നതുകൊണ്ട്. അപ്പം ഇനി ബാക്കി ഫോർമാലിറ്റികൾ ഒഴിവാക്കട്ടെ. ഓക്കെ.